പാച്ചമ്മക്ക് താടാ ഒരു മുട്ടായി ഞാൻ തരുന്നതാ. എന്താ അച്ഛനും അമ്മ എനിക്ക് ഗൾഫിൽ നിന്ന് അയച്ചെന്ന മുട്ടായിക്കാന്ന് ഞാൻ വലുത് മാത്രമേ കൊടുക്കുള്ളൂ. കണ്ടാടി കൊച്ചിന് വലിയച്ഛനുള്ള സ്നേഹം. അകളെ എവിടെ ഇതാ വലിയ ഞാൻ കഴിച്ച പിസ്തേര തോത്. ഇനിയിപ്പോ തോട് നക്കി നക്കി ഇരിക്കാം. ഓ മാമ ശരി എന്നാ. പക്രുമോനെ ആ ബാഗിലുള്ള ബൗണ്ടി എനിക്കാണ് മാമൻ പറഞ്ഞു. അതിന് ബൗണ്ടി ഇല്ലായിരുന്നല്ല, ബാഗിൽ സ്നിക്കേഴ്സ് ആണല്ലോ മൊത്തം. അപ്പൊ സ്നിക്കേഴ്സ് ആണ് അതെനിക്കുള്ളതാണ്. എന്നാലേ സ്നിക്കേഴ്സ് ഉള്ളായിരുന്നു, ബൗണ്ടി തന്ന ഞാൻ തരൂള പത്തി. എനിക്ക് പക്രുവിന്റെ പിസ്തേ മുട്ടായി ഒന്നും വേണ്ട. അപ്പൊ മാമന് ബാഗിൽ ഇരിക്കുന്ന കാസിയോത വാച്ച് മതിയല്ലേ? 25,000 രൂപ വാച്ചാണ്. അത്രേ ഉള്ളുവാ. എനിക്ക് സുഖ്രുവ 10 പൈസ തന്നപ്പോ ഞാൻ വാച്ചെടുത്ത് കൊടുത്ത്. അവന് എനിക്ക് വേണോ അത് 10 പൈസ? അതിന്റെ കവറെ അതുക്കിലുണ്ട്. വല്യത്തെ നക്കുന്ന പോലെ എടുത്ത് നക്കിക്കോ. ഇതാ മതി മാസ്റ്ററേ. അത് കാലിക്കുപ്പിയാണ്. അകളെ വല്യച്ഛന് വേറെ എന്തെങ്കിലും ബദാമിന്റെ തൊലി ഈത്തപ്പത്തിന്റെ കുതു നിർക്കത്താ. ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയറായി ഞാൻ ഉണ്ടായിട്ടും ടീം തോറ്റെന്ന് വെച്ചാ ഇന്റർനാഷണൽ പ്ലെയറിന്റെ കഴിവ് കേട്. ഞാൻ 2 ബൈസൈക്കിൾ ഗോൾ അടിച്ചതാണ്. എന്നിട്ട് ആ കള്ളപ്പതി റഫറി നമുക്ക് ഗോൾ തന്നില്ല. ചതിയുണ്ട്. സ്വന്തം പോസ്റ്റിലോട്ട് ഗോൾ അടിച്ച് കയറ്റിയല്ലേ തരും 2 മാങ്ങാണ്ടി. ഏതായാലും ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ തോറ്റത്. അതോർത്ത് നമുക്ക് സമാധാനിക്കാം. 25-0 ഒക്കെ ജസ്റ്റ് മിസ് ആയല്ലേ. എക്സ്ട്രാ ടൈം കിട്ടാതെ പോയി നമുക്ക്. ഇല്ലെങ്കിൽ അതും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്മാർ 20 ഗോളും കൂടെ അടിച്ചേനെ. 10 ഫ്രീക്ക് കിട്ടിയാണ് നമുക്ക്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീക്ക് എടുക്കല്ലാന്ന്. എങ്ങനെ? ഞാൻ മാത്രമേ എടുക്കണുള്ളൂ, നിങ്ങൾ ആരും എടുക്കണ്ട, അടിച്ച് ഗോൾ കയറ്റിക്കോളാം. എന്നിട്ട് കേക്കില്ല നമ്മളെ മൂട്ടിലവന്മാർ. എന്തായാലും ഓഡിയൻസ് എന്റെ കൂടെ ആയിരുന്നു. MVP രഘു എന്നല്ലേ എന്നെ വിളിച്ച് കൂവിയത്. അച്ഛനെയാണ് വിളിച്ചെങ്കിൽ MVP അർത്ഥം മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഒന്നും ആയിരിക്കൂല, പിന്നെ മോസ്റ്റ് പ്ലെയർ. അടുത്ത കളി എന്നുണ്ട്. എന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. വെരി വെരി കറക്റ്റ്. ഇനി അച്ഛന്റെ പൊസിഷൻ ബെഞ്ചിൽ. എടാ ഈ രഘുവിൽ കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞ് ഇനി ബെഞ്ചിലെ മിച്ചറും കഴിച്ചോണ്ടിരുന്നാ മതി. വേറെ ക്ലബിൽ കയറണം. ആരെങ്കിലും എടുക്കുമെന്നു. മക്കളെ ബിരിയാണി. മാമ കണക്ക് പറയണമെന്ന് വിചാരിക്കല്ലേ. ഇപ്പൊ തന്നെ നിങ്ങൾ 1.5 ചെമ്പ് അകത്താക്കി. ഇതൊരു കല്യാണമല്ലേ? പടച്ചോനെ 1.5 ചെമ്പ് നമ്മൾ അകത്താക്കിയാ നമ്മൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഈ പോയി ഒരു 1.5 ചെമ്പ് എടുത്തോണ്ട് വാ. ഇനി അറിഞ്ഞകത്താക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നാ മതിയാ? വീട്ടിലൊന്നും പോണ്ടേ? വയറ് നിറച്ച് നമുക്ക് ഇവിടെ നന്നെ കിട്ടുന്നുവോ അതാണ് നമ്മുടെ പൊര. എന്നിട്ട് വയറ് നിറയണില്ലല്ല. ഇൻഷാല്ലാ ഇതിന്റെ അടുക്കളയിൽ കൂടെ പോട്ടെ ഒന്നും തോന്നണം. നിങ്ങൾ ബിരിയാണി തിന്നത് മതി. അപ്പുറത്ത് പോയി ഐസ്ക്രീമും ഗുലാബ് ജാമുനും കയറ്റി. ഐസ്ക്രീമും നമ്മൾ കയറ്റി അവസാനം ഐസ്ക്രീം തന്നവൻ പാരക്കുറ്റി എടുത്തപ്പോഴാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നത്. ഇനി ഈ പാരക്കുറ്റി അവരെ ഒലക്കി എടുത്താൽ നമ്മൾ തിരിച്ചങ്ങ് കുട്ടിയോളാം. ചിക്കൻ ഫ്രൈ കൊണ്ടുവച്ച പ്ലേറ്റ് ഒക്കെ കഴിവ് വെച്ച പോലെ ഇരിക്കണം. അത് നമ്മളാണ് ആക്കി വെച്ചത്. എന്തിനാണ് ആക്കി വെച്ചത്? അടുത്തൊന്ന് ഫില്ല് ചെയ്യാൻ. കൊണ്ട് ഫില്ല് ചെയ്യും. ഇനി ഫുഡ് വേസ്റ്റ് ആവുന്നുള്ള പേടി വേണ്ട, തികയെന്നുള്ള പേടിയേ ഉള്ളൂ. അന്റെ ബളബക്ക് അത്ര ശരിയല്ല. അന്റെ തവിയിൽ എന്ത് കിസ്മിസ് വണ്ടിപ്പരിപ്പ് കയറാത്ത? കിസ്മിസ് വണ്ടിപ്പരിപ്പൊക്കെ പായസത്തിലുണ്ട്, അത് പോയി കുടിക്കി. പടച്ചോനെ പായസം ഉണ്ടായിരുന്നു. എന്നിട്ട് ദജ്ജാല് പറഞ്ഞില്ല. പായസം ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഇന്നുണ്ടാക്കി തീരൂല. സാരമില്ല, നമ്മൾ ഇന്ന് പായ വെച്ച് കൊടുക്കണോളാം. പറയേണ്ടിയിരുന്ന പുല്ല്. നിങ്ങൾ മതിയാക്കിട്ട് എനിക്ക് പോകാൻ നോക്കിയാണ്. നമ്മുടെ ഒറ്റ ചങ്ങായി കാതന്റെ മോളെ നിക്കാഹാണ്. ഓരും നമ്മളും തമ്മിലുള്ള ബോണ്ട് അത്രയ്ക്ക് വലുതാണ്. ജമാൽ അവിടെ ഉണ്ടെങ്കിലേ ആ പാചകപ്പുരയിൽ അടുപ്പിക്കില്ലേ? കാതര കൂതരായി 10 വയസ്സ് വരെ നീ കണ്ണാടി വെച്ചാൽ മതിയെന്ന് അന്ന് എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാ. ഇപ്പൊ എനിക്ക് പ്രായം 60ആയി. ഈ ക്ലാസ് ഇനി ഒരു 5 കൊല്ലം കൂടെ വെച്ചാൽ മതി. മതിയാ? അത് കഴിഞ്ഞ് നമുക്ക് പുതിയ ക്ലാസ് വെക്കാം. ഞാൻ ഇന്ന് വന്നത് എന്നെ പോലെ എന്റെ മകന് കാഴ്ച കുറവുണ്ടെന്ന് തോന്നുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ്. പറ മോനെ, എന്താ പ്രശ്നം? ഡോക്ടർ, എനിക്ക് 8x സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ എനിമീസിനെ കാണാൻ പറ്റുന്നില്ല. അതെന്തിനാ? പബ്ജി കളിയിലെ ഡോക്ടർ രാത്രി തുടങ്ങിയ വെളുക്കം വരെ പബ്ജി കളിയാണ്. എടോ തനിക്കൊന്ന് പറഞ്ഞ് വിലക്കിക്കൂടെ? അതെങ്ങനെ ശരിയാവും? ഞാൻ അവരുടെ ടീംമേറ്റ്. ഡൽഹി കോമ്പോ വള്ളി ബിൾസൈഡ് തുറക്കൂ. നേത്ര പരിശോധനയ്ക്ക് ശേഷം ദന്ത പരിശോധനയ്ക്ക് കൂടെ പോണം. വാ പൊളിക്കാതെ കണ്ണു തുറയടാ. കഴപ്പുണ്ടോ? കഴപ്പ് മാത്രമല്ല, ചെറുക്കൊരു കൊഴുപ്പുണ്ട്. അതുകൊണ്ട് ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഷൻ കിട്ടണം. കണ്ണ് കഴപ്പുണ്ടാന്നാണ് ചോദിച്ചത്. ഓ അത് ഉണ്ടടാ. രാവിലെ എന്തിനാ വിളിച്ചേ? കണ്ണിന് പ്രശ്നമാണ്, കണ്ണാടി വെക്കണം. അയ്യോ, കണ്ണാടി വെച്ചാൽ എന്റെ ലുക്ക് പോവും. അത് വേണ്ട. എങ്കിൽ 5 ലക്ഷത്തിന്റെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം. അത് മതി. ഡോക്ടർ സൂപ്പർ മീറ്ററിലെ ലേസറെ കണ്ണിൽ അടിച്ചു വിട്ടിട്ട് പറഞ്ഞാൽ സർജറി കഴിഞ്ഞു. എന്നെ പോലെ തന്നെ തിരുമണ്ടനെ. എന്റെ ചിന്ന ഓർമ്മ ഉണ്ടല്ലോ, പഴത്തൊലിയാണ്. പഴം വിഴിഞ്ഞ മുള്ളം പന്നിക്ക് പഴത്തൊലി തന്നെ നല്ലത്. ഇവിടത്തെ 5 വോട്ടും എനിക്ക് തന്നെ തരണം. തരണോന്ന് പറയുമ്പോഴേ എടുത്തു തരാൻ. ഞാൻ വോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടൊന്നുമില്ല.